ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഓണത്തിന് പോകണ്ട, കാണാൻ നിനക്ക് സമയമുണ്ടാവോ? ഓണാഘോഷത്തിന്റെ ചൈതന്യം മുഴുവനും ഒരു പൈശാചിക അരൂപിയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ്. സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ട കാര്യം ഉണ്ടോ? ഓണമെന്നല്ല, നീ ഒന്നും ആഘോഷിക്കരുത്. എപ്പോഴും 24 മണിക്കൂർ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടെങ്കിൽ ഇരുന്നാൽ മതി. ആഘോഷമൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇവര് സമൂഹത്തിൽ കുറെ എണ്ണമുണ്ട്. വെറും തീട്ടങ്ങൾ, വിഷങ്ങൾ, രസം കൊല്ലികൾ. ഇവരുടെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ, മനുഷ്യൻ എങ്ങനെ സന്തോഷിക്കുകയോ ആഘോഷിക്കുകയോ രസിക്കുകയോ ഒന്ന് ചിരിക്കുന്ന ഒച്ച കേട്ടാ പിന്നെ 56 വിലക്കുകളുമായിട്ട് വന്നോളൂ. അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവരൊട്ട് ആഘോഷിക്കത്തുമില്ല, ആഘോഷിക്കാൻ സമ്മതിക്കത്തുമില്ല. ഓണത്തിനൊക്കെ എന്നാടാ ഒരു കുഴപ്പം? ഓണം കാർഷിക മഹോത്സവമല്ലേ? പച്ചക്കറിയും ധാന്യങ്ങളും ഈ ചോറും ഒക്കെ തിന്നുന്നതിനകത്തൊന്നും വല്ല കുഴപ്പമുണ്ടോ? ഈ മണ്ണീന്ന് പറിച്ചേ അതിനകത്ത് വേറെ വല്ല വേർതിരിവൊക്കെ ഉണ്ടോ? അതിൻ്റെ ഒരു ഉത്സവമാണ് ഓണോ. കേരളത്തിലല്ലേ ജീവിക്കുന്നേ? നിനക്ക് എവിടുന്ന് വരുന്നു? നീയൊക്കെ ഏത് ദൈവത്തെയായി വിളിക്കുന്നത്? നിന്റെയൊക്കെ പറച്ചിൽ കേട്ടിട്ട് നീയൊക്കെ വിളിക്കുന്ന ദൈവം അതാരാണെന്ന് എനിക്കറിയത്തില്ല. അറിഞ്ഞിടത്തോളം നീയൊക്കെ വിളിക്കുന്നതും ഉണ്ടാക്കിയതുമായ ദൈവങ്ങൾ മനുഷ്യനെക്കാട്ടിലും ദുഷിച്ച അസൂയയും കുശുമ്പും കുന്നായ്മയും അടക്കുന്ന ദൈവങ്ങളാണ്. കാരണം ഈ മനുഷ്യനാണല്ലോ പൊതുവെ അസൂയയും കുശുമ്പും മറ്റുള്ളവരെന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നതും സന്തോഷിക്കുന്നതും കാണുമ്പോൾ സോക്കേടും ഏനക്കേടും ഒക്കെ ഉള്ളത്. ഈ ദൈവം എന്ന് പറയുന്നത് അത് മനുഷ്യനല്ലാത്തത് കൊണ്ടാണല്ലോ. മനുഷ്യന്മാരെക്കാൾ കൂടിയത് അല്ലെ മനുഷ്യനല്ലാത്തത്, അതുകൊണ്ടാണല്ലോ അവരെ പ്രത്യേകം ദൈവം എന്ന് വിളിക്കുന്നത്. ഏത് ദൈവത്തിനാ മനുഷ്യനൊന്ന് സന്തോഷിക്കുകയോ ഒന്ന് തുള്ളിച്ചാടുകയോ ഒന്ന് ഭക്ഷണം കഴിക്കുകയോ എല്ലാവരുമായിട്ടൊന്ന് കൂട്ടുകൂടിയിരുന്ന് വർത്താനം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരി വിടരുമ്പോൾ ഇഷ്ടമില്ലാത്ത ദൈവം ഏതാണെന്ന് ഇവന്മാര് പറയണം. മനുഷ്യന്റെ ഒപ്പം കൂട്ടുകൂടി നിന്ന് സന്തോഷിക്കുന്ന ദൈവങ്ങളെയാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ മനുഷ്യൻ കരയുന്ന കാണാനും ദുരിതപ്പെടാനും മനുഷ്യൻ കഷ്ടകാലം അനുഭവിച്ച് നരയിക്കുന്ന കാണാനായിട്ട് ഇരിക്കുന്ന ദൈവത്തെ ഒന്നും എനിക്ക് വേണ്ട. അതൊന്നും ദൈവങ്ങളല്ല. മനുഷ്യൻ സന്തോഷിക്കുമ്പോൾ അതിലേറെ സന്തോഷിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം. എന്നാ പിന്നെ ഇതിനെയൊക്കെ മനുഷ്യൻ എന്ന് വിളിച്ചാൽ പോരെ? ഒന്നുകിൽ നിങ്ങൾ ആഘോഷിക്കുക, അല്ലെങ്കിൽ ആഘോഷിക്കുന്നവരെങ്കിലും വെറുതെ വിടുക. അവരാഘോഷിക്കട്ടെ. നമ്മുടെ പാണ്ഡിതുരെണ്ണം പറഞ്ഞവര്, ഇവിടെ ആരും കരയാൻ പാടില്ല, എല്ലാവരും ആടണം പാടണം കൊണ്ടാടണം. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ്? ഇവർ മതമുതുക്കന്മാരും മുതുക്കികളുമാണ്, മതക്കുട്ടന്മാരും മതക്കുട്ടികളുമാണ്. നമ്മുടെ നാട്ടുരാജാവിനകത്തെ മോഹൻലാൽ പറയുന്നത് പോലെ കുട്ടികളാകാതെ മുതിരരുത്, മുതിരാതെ കുട്ടികളാകുകയും ചെയ്യരുത്. കുട്ടികളായിരുന്ന സമയത്ത് ഇവന്മാരെല്ലാം കൂടെ 24 മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മുതിർന്നപ്പോൾ ആഘോഷിക്കാനായിട്ട് നേരമില്ല. എന്നിട്ടിപ്പോൾ ആഘോഷിക്കുന്നവരെ കാണുമ്പോൾ ഭയങ്കര ഏനക്കേടും സോക്കേടും. ഇതിനൊക്കെ ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ ഇട്ടുകൊണ്ട് ഈ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ തത്വങ്ങൾ നിറഞ്ഞ ദൈവങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഒരുപോലെ. അണികളുണ്ടെങ്കിലേ അവിടെ ബലമുള്ളൂ. നമ്മളെന്നാ ആഘോഷിക്കണം, എത്ര നേരം ആഘോഷിക്കണം, ആരുടെ കൂട്ടത്തിലൊക്കെ കൂട്ടുകൂടണമെന്ന് നമ്മൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. പ്രശ്നം അങ്ങ് തീർന്നു. മുള്ളുന്നതിനും തുപ്പുന്നതിനും തൂറുന്നതിനും തിന്നുന്നതിനും ആഘോഷിക്കുന്നതിനും എല്ലാം ഗുണം വന്ന 56 നിയമങ്ങളും നിയന്ത്രണങ്ങളും വെച്ച് ആൾക്കാരെ മുഴുവൻ മുരടന്മാരാക്കി നശിപ്പിച്ചു. അല്ല പിന്നെ ഏത് പ്രായത്തിലാണ് പിന്നെ ആഘോഷിക്കാനിരിക്കുന്നത്? ഏതായാലും മനുഷ്യന്മാരെല്ലാം കുറെ നാൾ കഴിയുമ്പോൾ ചത്തുപോകും. അതുകൊണ്ട് ഓണം ക്രിസ്മസ് അങ്ങനെ ആഘോഷിക്കാൻ പറ്റുന്നതെല്ലാം പരമാവധി അങ്ങോട്ട് ആഘോഷിക്കുക. ഇതുപോലെ ഗുണം വന്ന ഉപദേശങ്ങളുമായിട്ട് വരുന്നവരോട് പോയി പണി നോക്കടാ എന്ന് പറയുക.